നമസ്കാരം. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ UDFിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഒരു വാഗ്ദാനം നൽകുകയുണ്ടായി. ഇന്ദിരാ ഗ്യാരണ്ടി എന്നുള്ള നിലയിൽ KSRTC ബസ്സിൽ സ്ത്രീകൾക്കെല്ലാം സൗജന്യമായിട്ട് യാത്ര ചെയ്യാമെന്നുള്ളൊരു വാഗ്ദാനമായിരുന്നു. ഇതുവരെയായിട്ടും മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല, മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തിയിട്ടേ ഉള്ളൂ. പക്ഷേ ഇന്ന് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ സംസ്ഥാനമൊട്ടാകെ ഇന്ന് സമരം നടത്തുകയുണ്ടായി. അവർ പറഞ്ഞിരിക്കുന്നത് ഈ മാസം 15-ാം തീയതി തന്നെ എല്ലാ KSRTC ബസ്സിലും കേരളത്തിലുള്ള വനിതകൾക്ക് യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ള വാഗ്ദാനം നൽകിക്കൊണ്ടാണ് വോട്ട് വാങ്ങി ജയിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് 15-ാം തീയതി ആയതുകൊണ്ട് കേരളത്തിലെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ജില്ലയുടെ KSRTC ബസ്സിൽ മഹിളാ മോർച്ചക്കാർ യാത്ര ചെയ്യുകയുണ്ടായി, പൈസ കൊടുക്കാതെ തന്നെ. പക്ഷേ ഇന്നവിടെ യാത്ര ചെയ്തപ്പോൾ അവരെ അവിടുന്ന് ഇറക്കി വിടുകയും പോലീസുകാരും KSRTCയും പറഞ്ഞത് അതിനൊരു ഉത്തരവായിട്ടില്ല, തീരുമാനമായിട്ടില്ല. ഞങ്ങൾ കണക്കെടുപ്പ് തുടങ്ങി, എത്ര സ്ത്രീകൾ യാത്ര ചെയ്യുമെന്നുള്ള കണക്കെടുപ്പ് തുടങ്ങിയെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ അത് നിർത്തിവെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇന്ന് കൊട്ടാരക്കരയിൽ നിന്നും കൊല്ലം കരുനാഗപ്പള്ളി പോകുന്ന ഓർഡിനറി ബസ്സിലാണ് കൊല്ലം വെസ്റ്റ് മണ്ഡലത്തിലെ മഹിളാ മോർച്ച പ്രവർത്തകരെല്ലാം കൂടെ ചേർന്ന് യാത്ര ചെയ്യുകയും അവരുമായിട്ട് തർക്കമുണ്ടാവുകയൊക്കെ ചെയ്തു. പക്ഷേ അവസാനം സമരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ഇതുവരെ ഉത്തരവായിട്ടില്ല, ഉത്തരവ് വന്നു കഴിഞ്ഞാൽ അത് ഞങ്ങൾ നടപ്പിലാക്കുമെന്നുള്ള രീതിയിലാണ് സമരം അവസാനിപ്പിച്ചത്. എന്തായാലും ഈ ഭരണസമിതി കേരളത്തിൽ കയറുന്ന ഈ ഭരണസമിതിക്ക് വലിയ ഒരു ഈ കടങ്ങളിൽ കിടക്കുന്ന ഈ കേരളത്തിൽ ഇത്തരം വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇനി വരും സമയത്ത് കണ്ടറിയാം. ഓർഡറിന്റെ കാര്യം തികച്ചും ഇലക്ഷന് സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മെയ് 15 എന്നൊരു ദിവസമുണ്ടെങ്കിൽ അന്ന് മുതൽ കേരളത്തിൽ സ്ത്രീകൾക്ക് എവിടെയും KSRTCയിൽ സൗജന്യമായി യാത്ര ചെയ്യാമെന്നാണ് നിയുക്ത പാലക്കാട് MLA രമേശ് പിഷാരടിയും അതുപോലെ തന്നെ മറ്റ് നേതാക്കന്മാരെല്ലാവരും ഉന്നയിച്ചിരുന്നത്. ഇലക്ഷന്റെ ഹൈലൈറ്റ് തന്നെ അതായിരുന്നു. കേരളത്തിലുടനീളം സൗജന്യ യാത്ര ഫലവത്താകുന്നത്. KSRTC ഇത്രയും നഷ്ടത്തിൽ ഓടുന്ന സമയത്ത് കൂടിയും ഇങ്ങനെയൊരു വാഗ്ദാനം നൽകണമെങ്കിൽ, ഇങ്ങനെയൊരു വാഗ്ദാനം മുന്നിൽ വെച്ച് ഇലക്ഷനെ നേരിടണമെങ്കിൽ അവരെന്തെങ്കിലും മുന്നിൽ കണ്ടിട്ടായിരിക്കണം. അത് വോട്ടിന് വേണ്ടി മാത്രമായിരുന്നു എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ്. കൃത്യമായും പറഞ്ഞാൽ മെയ് 15 എന്നൊരു ദിവസം മുന്നോട്ട് വെച്ച് പറയണമെങ്കിൽ അത്രയും ഷുവർ ഉണ്ടായിട്ടായിരിക്കണം. അപ്പോൾ എന്നിട്ട് കൂടിയും മെയ് 15 തൊട്ട് മുന്നോടിയായിട്ടാണ് ഒരു മുഖ്യമന്ത്രിയെ പോലും പ്രഖ്യാപിക്കാൻ അവർക്ക് സാധിച്ചത്. എങ്ങനെയാണ് ഇനി കടന്നു വരുന്ന 5 വർഷത്തിൽ അവർ പറഞ്ഞ വാഗ്ദാനങ്ങൾ നിറവേറ്റുകയും അവർ പറഞ്ഞ കർത്തവ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുമെന്നുള്ളത് കേരള ജനത ഇപ്പോൾ സംശയത്തിലാണ്. അപ്പോൾ ഇതിനെതിരെയാണ് നമ്മൾ മഹിളാ മോർച്ച മുന്നിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഓർഡർ വന്നാലും വന്നില്ലെങ്കിലും തികച്ചും സൗജന്യമായി അവർ പറഞ്ഞ വാഗ്ദാനം പാലിക്കുന്നത് വരെയും നമ്മൾ പ്രതിഷേധത്തിൽ മുന്നിൽ തന്നെ കാണും. ഇനിയും പ്രതിഷേധങ്ങൾ പ്രതീക്ഷിക്കാം. സ്ത്രീകൾക്ക് വേണ്ടിയാണ്, കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയാണ് മഹിളാ മോർച്ച എന്നും നിലനിന്നിരുത്തുള്ളത്. തുടർന്നും അതുപോലെ തന്നെ നിലകൊള്ളുമെന്നാണ് മഹിളാ മോർച്ചയ്ക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ മണ്ഡലം പ്രസിഡന്റുമാർ, മണ്ഡലത്തിലെ ജനറൽ സെക്രട്ടറിമാർ, പഞ്ചായത്ത് ഏരിയ പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറിമാർ, മഹിളാ മോർച്ച ജില്ലാ ഭാരവാഹികൾ, മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറിമാർ തുടങ്ങി ഇന്നത്തെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുവാനെത്തിയിട്ടുള്ള എനിക്ക് പ്രിയപ്പെട്ട എല്ലാ സഹോദരന്മാർക്കും നമസ്കാരം. ഇന്ന് ഇങ്ങനെയൊരു പ്രതിഷേധം നമ്മളിവിടെ നടത്തുവാൻ ഉണ്ടായ സാഹചര്യം, കഴിഞ്ഞ ഈ നിയമസഭാ ഇലക്ഷനിൽ നമ്മളുടെ കോൺഗ്രസ് ഇവിടെ വോട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ത്രീകളെ കരുവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം അവർ നൽകിയിട്ടുള്ള ആദ്യത്തെ പ്രസ്താവന എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മെയ് 15 മുതൽ സ്ത്രീകൾക്ക് സൗജന്യമായി KSRTCയിൽ യാത്ര ചെയ്യാം എന്നുള്ളതായിരുന്നു. എന്നാൽ ഇന്ന് മെയ് 15 ഇന്ന് അങ്ങനെയൊരു കാര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. സ്ത്രീകൾ എല്ലാവരും തന്നെ ടിക്കറ്റ് എടുത്തുകൊണ്ടാണ് യാത്ര ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ബസ്സിലെ കണ്ടക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളും ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അത് അവരെ കൊണ്ട് പറയിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ആ ബസ്സിലേക്ക് കയറിയത്. കാരണം ജനങ്ങൾ അറിയണം, നമ്മളെ ഓരോരുത്തരെയും ഇവർ ഓരോ പ്രാവശ്യവും കരുവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇടതായാലും വലതായാലും അവരുടെ വോട്ട് ലാഭത്തിന് വേണ്ടിയിട്ട്, ഒരു ഭരണം കയ്യേറുന്നതിന് വേണ്ടി മാത്രമായിട്ട് കരുവാക്കുകയാണ് ഇവിടെയുള്ള ഓരോ ജനങ്ങളെ എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെസ്റ്റ് ബംഗാളിൽ ജയിച്ച സമയത്ത് തന്നെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന ആ ഉടമ്പടിയിൽ കരാറ് ഒപ്പുവെച്ചുകൊണ്ടാണ് അവിടെ ഭരണം തുടങ്ങിയത് എങ്കിൽ ഇവിടെ നാളിത്രയായിട്ടും ഒരു മുഖ്യമന്ത്രിയെ തിരയാൻ തന്നെ എടുത്ത സമയം ഇതാണെങ്കിൽ മറ്റു വകുപ്പുകൾക്കുള്ള ആളുകളെ, മുഖ്യമന്ത്രിമാരെ കണ്ടെത്തുന്നതിന് ഇനിയും വർഷങ്ങൾ ചിലപ്പോൾ നീണ്ട് എടുത്തിരിക്കാം. അതുവരെ നമ്മൾക്ക് നമ്മളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കാത്തിരിക്കുക എന്ന് പറയുന്നത്
ഒരിക്കലും ചിന്തിക്കുക അങ്ങനെ കാത്തിരിക്കേണ്ട ആവശ്യകതയില്ല. ന്യായമായ ആവശ്യങ്ങളാണ് നമുക്ക് ഉന്നയിക്കാനുള്ളത്. ഇപ്പോഴത്തെ നിയുക്ത MLA പിഷാരടി പറഞ്ഞിരുന്നു മെയ് 15 മുതൽ നിങ്ങൾ യാത്ര ചെയ്തോളൂ എന്നാണ് പറഞ്ഞത്. ഓർഡർ കാത്തിരിക്കണം എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളിന്ന് യാത്രയ്ക്ക് ഒരുങ്ങിയതും. മെയ് 15 മുതൽ നിങ്ങൾ യാത്ര ചെയ്തോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തോളൂ, വിനോദസഞ്ചാരങ്ങൾ നടത്തിക്കോളൂ, എവിടേക്കും പോവുകയും വരികയും നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുള്ള അവർ ഇന്ന് മൗനം പാലിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ അവരുടെ ലക്ഷ്യം ജനങ്ങളുടെ വോട്ട് മാത്രമായിരുന്നു. അത് നേടി ഞങ്ങളോട് പറഞ്ഞത് മെയ് 15 മുതൽ യാത്ര ചെയ്യാൻ മഹിളാ മോർച്ച ടിക്കറ്റ് എടുക്കത്തില്ല. ടിക്കറ്റ് എടുക്കൂല. മെയ് 15 ഒരു ഡേറ്റ് അല്ല, അത് മുഖ്യമന്ത്രിയെ നമുക്ക് തന്ന വാഗ്ദാനമല്ലേ. ഇലക്ഷന്റെ സമയത്ത് മാത്രമല്ലല്ലോ വാഗ്ദാനങ്ങൾ പാലിക്കാനുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള വാക്കുകൾ പറയാതിരിക്കും. നിലപാടാണ്. അവര് പറഞ്ഞ വാക്ക് അവര് പാലിക്കണ്ടേ? ഇത് നമ്മളായിട്ട് വീട്ടിലിരുന്ന് ഞങ്ങൾ പിന്നെ വേണമെന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടല്ലോ. അവര് നമുക്ക് തന്നെ വാഗ്ദാനം, അപ്പൊ അത് പാലിക്കണം. അതനുവദിച്ച് തന്നെ ഞങ്ങൾ ഇവിടെ KSRTCയോ അതുപോലെ ഇതിലുള്ള യാത്രക്കാരെയോ ഒന്നും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വന്നതല്ല. ഞങ്ങൾ ഇവിടെ യാത്രക്കാരായിട്ട് വന്നതാണ്. ഞങ്ങൾക്ക് സൗജന്യ യാത്ര നൽകണം, ടിക്കറ്റ് ഇല്ലാതെ തന്നെ യാത്ര ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഞങ്ങൾ 5 വർഷത്തിനകം നടക്കും. അവർ കണ്ടപ്പാരാണോ ഓർഡർ വരട്ടെ. 5 വർഷത്തിനിടയ്ക്ക് ഓർഡർ വരുന്നൂടാ. അപ്പൊ നമ്മുടെ വീട്ടിൽ ജീവനക്കാരാ നമ്മൾ കാത്തിരിക്കണം. വാക്ക് പറഞ്ഞാൽ വാക്കുകളാണല്ലോ. 2 ദിവസം ക്ഷമിക്കേ. വാക്ക് പറഞ്ഞാൽ വാക്കുണ്ടാവണം. അല്ലെങ്കിൽ പിന്നെ ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് വാക്ക് വെറുതെ വാഗ്ദാനങ്ങൾ ഈ മിഷന്റെ അകത്ത് ഒന്നേ സൗജന്യ യാത്ര എന്ന് പറഞ്ഞൊരു ഇത് വരണം. നിങ്ങളെ ഈ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാതെ ഇറങ്ങുക. ഇത് മഹിളാ മോർച്ചയുടെ പ്രതിഷേധമാണ്. എന്നും ഉണ്ടാവും. ഇത് ചേച്ചി അടക്കമുള്ള എല്ലാ ചേച്ചി അടക്കമുള്ള എല്ലാ വനിതകൾക്ക് വേണ്ടിയിട്ടാണ് സമരം ചെയ്തത്. ഓർഡറൊക്കെ വന്നിട്ടുണ്ട്. ഓർഡറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ മഹിളാ മോർച്ചയ്ക്ക് അഭിവാദ്യങ്ങൾ. മഹിളാ മോർച്ചയ്ക്ക് അഭിവാദ്യങ്ങൾ. മഹിളാ മോർച്ചയ്ക്ക് അഭിവാദ്യങ്ങൾ. മഹിളാ മോർച്ചയ്ക്ക് അഭിവാദ്യങ്ങൾ. ഭാരത് മാതാ കേ ജയ്. ബിജെപി കേ വേണ്ടിയില്ല.
അവരുടെ വയറ്റ് കൊടുത്താൽ തീരാ.